ഇപ്പൊ എങ്ങനെയാണത് ആ ഒരു എന്താ പറയാ അപ്പഴത്തെ വ്യത്യാസം എങ്ങനെയാത്? അപ്പോഴത്തെ ഒരു റെൻഡറിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കറക്ഷൻസ് അധികം നമുക്ക് സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും വെൽ പ്രാക്ടീസ്ഡ് ആയിട്ട് പാട്ട് നേരത്തെ പഠിച്ച് റെഡി ആയിട്ടാണ് നമ്മൾ ക്യാബിനിലോട്ട് കയറുന്ന പാടാൻ. പോർഷൻ തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിങ് മുതലേ പിന്നെയും ആ ഒരു സ്റ്റാൻസ വീണ്ടും എടുക്കുക, അല്ല കണ്ടിന്യൂറ്റി അങ്ങ് പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് റെക്കോർഡിങ് ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പഞ്ചിങ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കും. അതൊരു പരിധിവരെ നമുക്ക് ലൈവ് സിംഗിങ്ങിനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. സ്റ്റേജിലൊക്കെ ആണെങ്കിലും നമുക്ക് അങ്ങനെ ആണല്ലോ, കറക്ഷൻ പറ്റില്ലല്ലോ. അപ്പൊ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജെറിമാഷിനൊക്കെ പോലുള്ള വലിയ വലിയ മ്യൂസീഷ്യൻസിന്റെ കൂടെ നമ്മൾ പാട്ട് പാടുമ്പോൾ മാഷ് ഒരുപാട് ടിപ്സ് നമുക്ക് പറഞ്ഞു തരും. അപ്പൊ അത് നമുക്ക് ലൈവിലും ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അത് ശരിയാണ്. നമുക്ക് ആ ലൈവ് ഫിയർ, സ്റ്റേജ് ഫിയർ ഒക്കെ മാറാനും സ്മൂത്ത് ആയിട്ട് ടെക്നിക്സ് കുറെ പറഞ്ഞു തരും. മൈക്കിന്റെ പൊസിഷനിങ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ മാഷ് ഞാനിപ്പോഴും ഓർക്കണ്ട, ഞാൻ ആദ്യം തന്നെ മാഷിന്റെ പാട്ട് പഠിക്കുമ്പോൾ റെക്കോർഡിങ്ങിന് മുന്നേ തന്നെ ഹാർമോണിയം വെച്ച് വീട്ടിൽ വന്ന് തന്നെ പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അത്രയും പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റുഡിയോയിൽ പാടാനായിട്ട്. അത് ആ ഒരു പഴയ ഒരു രീതിയാണല്ലോ, കുറച്ച് നാളുകൾ പാട്ട് പഠിച്ച് തറോ ആക്കിയിട്ടാണ് പാട്ട് പഠിക്കാൻ. ശരിക്കും എത്ര ദിവസം, എത്ര നേരം എടുക്കും? ഇപ്പോൾ ഞാൻ ഹാഫ് ആൻ അവർ ആണ് സാധാരണ ഒരു പാട്ട് എനിക്ക് വിത്തിൻ ഹാഫ് ആൻ അവർ പഠിച്ചു തീർക്കും. പിന്നെ ഇപ്പോൾ സ്റ്റുഡിയോയിൽ വന്ന് പഠിക്കുന്നേക്കാളും ഇപ്പോൾ ഡിജിറ്റലി ഒരുപാട് കാര്യങ്ങൾ അഡ്വാൻസ്ഡ് ആയല്ലോ. അപ്പം പാട്ട് മിക്കവാറും ട്രാക്ക് ആക്കി ശ്രുതി പോലും നമുക്ക് ഒത്തിരി കറക്ഷൻസ് കൊടുക്കാം. ഇപ്പൊ ഭൂരിഭാഗം പേരും പാട്ട് നമുക്ക് വാട്സപ്പിൽ അയച്ചു തരാം. അപ്പം ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമ്മൾ വന്നാൽ നമുക്ക് വേഗം സ്പീഡപ്പ് ആയിട്ട് റെക്കോർഡിങ് ചെയ്യാം. നേരത്തെ അല്ലെങ്കിൽ നമ്മൾ സ്റ്റുഡിയോയിൽ വന്ന് പഠിക്കുകയാണ്. അപ്പോൾ വിത്തിൻ ഒരു 10 to 15 മിനിറ്റ്സിൽ പാട്ട് പഠിച്ചു തീർക്കും.